നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കുണ്ടറയിലെ യുവാവിന്റെ മരണം. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് BJP. പെരുമ്പുഴയിൽ പ്രതിഷേധ യോഗം. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ സാമ്പത്തിക തട്ടിപ്പ്. കുറ്റക്കാരെ പഞ്ചായത്ത് ഭരണസമിതി സംരക്ഷിക്കുന്നെന്ന ആരോപണം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച്. കൊടിപ്പള്ളിക്കൂടം ആശാൻ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ചവറയിൽ. ഓഗസ്റ്റ് 2-നാണ് സമ്മേളനം. ഗ്രാന്റ് വർദ്ധിപ്പിക്കണമെന്നും പെൻഷൻ അനുവദിക്കണമെന്നും അസോസിയേഷൻ. വിശദമായ വാർത്തകളിലേക്ക്. കുണ്ടറയിലെ യുവാവിന്റെ മരണം. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് BJP കുണ്ടറ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പെരുമ്പുഴ ജംഗ്ഷനിലായിരുന്നു പ്രതിഷേധ യോഗം. പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനെതിരെ നിഷ്ക്രിയത്വം കാണിക്കുന്ന ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ യോഗം നടന്നത്. BJP കുണ്ടറ മണ്ഡലത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പെരുമ്പുഴ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം ദക്ഷിണ മേഖലാ സെക്രട്ടറി നെടുമ്പല ശിവൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷവും വലതുപക്ഷവും CPI ഒക്കെ നടത്തി കഴിഞ്ഞു. എന്തിനു വേണ്ടിയാണ് അവർ സമരം നടത്തുന്നത്? അവരുടെ പോലീസല്ല ഈ കാണിക്കുന്ന അതിക്രമങ്ങൾ. അവർക്ക് എന്ത് ധാർമ്മിക ഉത്തരവാദിത്വമാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഭരണത്തിലേക്ക് തള്ളിവിടുന്ന ഈ പോലീസിന്റെ നെറികെട്ട നടപടിക്കെതിരെയാണ് ഈ ശക്തമായ പ്രതിഷേധ ധർണ ഈ പെരുമ്പഴയിൽ നടക്കുന്നത്. അത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സമിതി അംഗം വെള്ളിമൺ ദിലീപ്, മണ്ഡലം പ്രസിഡന്റ് സച്ചു പ്രസാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി സുരേഷ് ചിറക്കോണം, നേതാക്കളായ ഷാജു മോൻ, സ്വപ്ന, രാജി, അനിലാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കർഷകർക്ക് പരിശീലനം നൽകി. കുണ്ടറ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകിയത്. ആത്മ പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം നൽകിയത്. കുണ്ടറ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ആത്മ പദ്ധതിയുടെ ഭാഗമായി ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനായാണ് കർഷകർക്ക് പരിശീലനം നൽകിയത്. കുണ്ടറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഉഷ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം സരണി അനിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ I തോമസ്, കീർത്തി രാധാകൃഷ്ണൻ, കൃഷി ഓഫീസർ B ബിനിഷ, CDS വൈസ് ചെയർപേഴ്സൺ ഷാർലറ്റ് നിർമ്മൽ, കൃഷി അസിസ്റ്റന്റ് ലീജ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം G അനിൽകുമാർ, CDS അംഗം ഗ്രേസി ഷാജി, അഗ്രി റിസോഴ്സ് പേഴ്സൺ സൗമ്യ, CDS മുൻ ചെയർപേഴ്സൺ റഷീദ ബീബി, KM ഫിലിപ്പ്, വൈറോയി, പരിശീലക ചിറക്കര രാജി എന്നിവർ പങ്കെടുത്തു. ചക്കയുടെ ചുള, കുരു, ചവണി, പൂഞ്ഞ്, മടൽ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ചക്ക 65, ചക്ക സൂപ്പ്, ചക്ക ബജി, ചക്കയച്ചാർ, ചക്ക സ്ക്വാഷ് തുടങ്ങിയവ ഉണ്ടാക്കുവാനാണ് പരിശീലനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. അഞ്ചൽ പഞ്ചായത്തിലെ കാട് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ ശുചീകരിച്ചു. അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ പരിസരമാണ് ശുചീകരിച്ചത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. കാട് മൂടിക്കിടക്കുന്ന പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുകയാണ് ആദ്യഘട്ടം. മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S രാജിമോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും ചേർന്നുകൊണ്ടൊരു പ്രവർത്തനം നമ്മൾ നടത്തിയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കുകയും ടൗൺ ഏരിയ കേന്ദ്രീകരിച്ച് ഗ്രൂപ്പ് തിരിഞ്ഞ് എല്ലാ കടകളിലും ഈ നോട്ടീസ് കൊടുക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ പഞ്ചായത്തിനെ മാലിന്യം മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതിന് എല്ലാവരും ഇത് ഒന്നിച്ച് നിന്ന് നമുക്ക് പ്രവർത്തിക്കണമെന്നുള്ള രീതിയിലും അവർക്ക് അവയർനെസ് കൊടുത്തുകൊണ്ട് ഉള്ളൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. അത് കൂടാതെ തന്നെ നമ്മൾ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ റോഡിന് ഇരുവശമുള്ള കാടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശുചീകരണ തൊഴിലാളികളെ ഏർപ്പെടുത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് വരികയാണ്. ഓണം എത്തുന്നതോടെ പഞ്ചായത്തിലെ മുഴുവൻ വാർഡിലെയും കാട് പിടിച്ചു കിടക്കുന്ന പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുകയാണ് ലക്ഷ്യം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി, പഞ്ചായത്ത് സെക്രട്ടറി സുനിതകുമാരി, പഞ്ചായത്ത് അംഗങ്ങളായ ഹരിലാൽ, സുജി, ഉമേഷ് ബാബു, രാജി ബൈജു, ആനന്ദി, മായാകുമാരി, ജയന്തി, അനുഗോപി എന്നിവരുടെ നേതൃത്വത്തിലാണ്
അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചത്. അത് നമുക്ക് കഴിഞ്ഞ വർഷം 2025-26 വർഷം നമുക്ക് ദുരന്ത നിവാരണമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് ലഭിച്ചിരുന്നു. 1 ലക്ഷം രൂപ ഫണ്ട് ലഭിച്ചിരുന്നതും നമുക്കിപ്പോഴാണ് ആ സാധനങ്ങളെല്ലാം വാങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ മെഷീൻ 2 എണ്ണം നമ്മുടെ പഞ്ചായത്തിലേക്ക് വാങ്ങിയിട്ടുള്ളതും. നമ്മുടെ അല്ലാതെ തന്നെ നമ്മുടെ വാർഡുകളിൽ നേരത്തെ തന്നെ നമുക്ക് ശുചീകരണ ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് 6 പേരുണ്ടായിരുന്നു. അവരെ വെച്ചിട്ട് നമ്മൾ വിവിധ ഭാഗങ്ങളിലായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നിരവധിയായ ഉപകരണങ്ങളുണ്ട്. അതിലൊന്നാണ് ബ്രഷ് കട്ടർ. നമുക്ക് ഈ പുല്ല് ചെത്തുന്നതിനും പരിസരം വൃത്തിയാക്കുന്നതിനൊക്കെ ഉപകരിക്കാവുന്ന തരത്തിലുള്ള 2 ബ്രഷ് കട്ടർ പഞ്ചായത്ത് മേടിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഖില കേരള കുടിപ്പള്ളിക്കൂടം ആശാൻ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ചവറയിൽ നടക്കും. ഓഗസ്റ്റ് 2-നാണ് സമ്മേളനം നടക്കുന്നത്. ഗ്രാന്റ് വർദ്ധിപ്പിക്കുക, പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭ പരിപാടികൾക്ക് സമ്മേളനം രൂപം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അഖില കേരള കുടിപ്പള്ളിക്കൂടം ആശാൻ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 2-ന് ചവറയിൽ നടത്തും. ഗ്രാന്റ് കാലോചിതമായി വർദ്ധിപ്പിക്കുക, 60 വയസ്സ് കഴിഞ്ഞ ആശാന്മാർക്ക് പെൻഷൻ അനുവദിക്കുക, ഗ്രാന്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ തനത് ഫണ്ടിൽ നിന്ന് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച വിവിധ സമര പരിപാടികൾക്ക് സമ്മേളനം രൂപം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രതിമാസം 2000 രൂപ ഗ്രാൻഡായിട്ടാണ് ഒരു പ്രതിഫലം ലഭിക്കുന്നത്. പണ്ട് കുടിപ്പള്ളിക്കൂടം ആശാന്മാർക്ക് ഒരു അംഗീകാരമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് 1973, 74, 75 കാലഘട്ടങ്ങളിലാണ് ഇത് ഓർഗനൈസ് ചെയ്ത് അന്ന് കുറേ സമരങ്ങൾ ഗവൺമെന്റിലെ അന്ന് അംഗീകാരത്തിനും ഒരു ഗ്രാൻഡിനും വേണ്ടി കുറേ സമരങ്ങൾ കളക്ട്രേറ്റിന് മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുമൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ TM ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഒരു കമ്മീഷൻ നിയമിച്ചു, AN ശ്രീധരൻ കമ്മീഷൻ എന്ന് പറഞ്ഞു. ആ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘടനയ്ക്ക് അല്ലെങ്കിൽ കുടിപ്പള്ളിക്കൂടം കേരളത്തിലെ നിലത്തെഴുത്ത് ആശാന്മാർക്ക് അംഗീകാരമാവുകയും അവർക്കൊരു ധനസഹായം നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1998 50 രൂപ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഗ്രാൻഡായിട്ട് ആശാന്മാർക്ക്, അന്ന് ഞാൻ ഈ സംഘടനയുടെ പ്രസിഡന്റായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഗവൺമെൻറ് സർവീസിൽ പോയപ്പോൾ ആ സ്ഥാനം മാറി രക്ഷാധികാരിയായി. അതിനുശേഷം ഇടക്കളങ്ങര കുഞ്ഞികൃഷ്ണനുള്ള സെക്രട്ടറിയായി, കോയിനാടുള്ള പ്രസിഡന്റ്, ഇങ്ങനെ മാറി മാറി വന്നു. സർവീസിൽ നിന്ന് പെൻഷനായപ്പോൾ വേണ്ടി ഞാൻ പ്രസിഡന്റായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം. നിരന്തരമായിട്ട് സെക്രട്ടേറിയറ്റിലും പഞ്ചായത്തുകളിലെയൊക്കെ മുന്നിൽ സമരം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 50 രൂപ 100 രൂപയായി, 150 രൂപയായി, 200-ആയി, 500-ആയി, 1000-ആയി. ഇപ്പം ഈ കഴിഞ്ഞ ജൂലൈയിൽ 2000 രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത് തന്നെ 6 മാസം കൂടുമ്പോഴോ 4 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴോ മാത്രമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ചവറ ശങ്കരമംഗലം SNDP യൂണിയൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10-ന് സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തും. മുതിർന്ന ആശാന്മാരെ മുൻ MLA ആദരിക്കും. പ്രസിഡന്റ് ചവറ സുരേന്ദ്രൻപിള്ള അധ്യക്ഷത വഹിക്കുമെന്ന് ഭാരവാഹികളായ ചവറ സുരേന്ദ്രൻപിള്ള, ഇടക്കുളങ്ങര തുളസി, സുനിത അശോകൻ, കാവനാട് D ചന്ദ്രബാബു, ഓച്ചിറ T ഗംഗാദേവി, ശ്രീലത സജീവ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഗ്രാമപഞ്ചായത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ചാണ് മാർച്ച് നടത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്.
ഗ്രാമപഞ്ചായത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മറ്റ് സാമഗ്രികളും ഒക്കെ വാങ്ങിയതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ നേതൃത്വം കൊടുത്തു. അത് നമ്മൾ പറയുന്ന ആക്ഷേപമല്ല, ലോകായുക്തയുടെ കണ്ടെത്തലാണ്. ഞാൻ പറഞ്ഞു വന്നത്, പണം സമ്പാദിക്കുവാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത രാഷ്ട്രീയ നേതൃത്വമായി അധപ്പതിച്ചു പോയൊരു പാർട്ടി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അഴിമതിയുടെ തേങ്ങ ഉടച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ചിരട്ടയെങ്കിലും ഉടക്കാൻ ശേഷിയില്ലാത്തവർക്ക് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിൽക്കാനോ നിലനിന്ന് പ്രവർത്തിക്കാനോ കഴിയുന്നില്ല എന്നുള്ളത് തെളിവാണ്. CPM എവിടെയൊക്കെ ഉണ്ടോ, ഏത് ഭരണനേതൃത്വത്തിലുണ്ടോ, അത് പഞ്ചായത്തായിക്കോട്ടെ, തദ്ദേശഭരണ സ്ഥാപനമായിക്കോട്ടെ, സൊസൈറ്റികളായിക്കോട്ടെ, സഹകരണ സ്ഥാപനങ്ങളായിക്കോട്ടെ, എവിടെയൊക്കെ CPM നേതൃത്വം അവിടെ ഉണ്ടോ അവിടെയൊക്കെ തന്നെ കൊടിയ അഴിമതിയും നടമാടി മുന്നോട്ട് പോകുന്നതാണ് യാഥാർത്ഥ്യം. വൈ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം MB ശശികുമാരൻ നായർ, DCC ജനറൽ സെക്രട്ടറിമാരായ തുണ്ടിൽ നൌഷാദ, P നൂറുദ്ദീൻ കുട്ടി, PK രവി, ദിനേശ് ബാബു, രവി മൈനാഗപ്പള്ളി, ജയശ്രീ രമണൻ, R അരവിന്ദാക്ഷൻ പിള്ള, റിയാസ് പറമ്പിൽ, PM സെയ്ദ്, MI നിസാർ, ഗോപൻ പെരുവേലിക്കര, R കൃഷ്ണകുമാർ, വിനോദ് വില്യത്ത്, ശ്രീജിത്ത് കല്ലട, ചക്കവള്ളി നസീർ, RD പ്രകാശ്, നളിനാക്ഷൻ, ശ്രീജിത്ത് കല്ലട, L സരസ്വതിയമ്മ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൊല്ലം തങ്കശ്ശേരിയിൽ വള്ളം മറിഞ്ഞ് അപകടം. ഒരാളെ കാണാതായി, ഒരാളെ രക്ഷപ്പെടുത്തി. മുണ്ടക്കൽ സ്വദേശി റോയ്സണെയാണ് കാണാതായത്. പള്ളിത്തോട്ടം സ്വദേശി സിറിലിനെയാണ് രക്ഷപ്പെടുത്തിയത്. മത്സ്യബന്ധനത്തിനിടെയായിരുന്നു അപകടം. നീണ്ടകരയിൽ നിന്ന് തീരദേശ പോലീസും അഗ്നിരക്ഷാസേനയും കടലിൽ തെരച്ചിൽ നടത്തിയെങ്കിലും റോയ്സിനെ കണ്ടെത്താൻ സാധിച്ചില്ല. തെരച്ചിൽ തുടരുകയാണ്. പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെട്രാപോഡ് നിരത്തുന്ന ഭാഗത്ത് വള്ളവും വലയിൽ കുടുങ്ങിയ റോയ്സിനും ശക്തമായ തിരയിൽ ടെട്രാപോഡിനുള്ളിലേക്ക് കയറിപ്പോയി എന്നാണ് കരുതുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ ആലപ്പാട് മുതൽ ഇടവ വരെയുള്ള തീരദേശ മേഖലയിൽ ഉയർന്ന തിരമാലകളും കടലാക്രമണവും ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കടലിൽ ഇറങ്ങരുതെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുണ്ടറയിലെ യുവാവിന്റെ മരണം. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPI കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും CPI ആവശ്യപ്പെട്ടു. CPIയുടെ നേതൃത്വത്തിലാണ് കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസ് കസ്റ്റഡിയിലെടുത്തതിനു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച പെരുമ്പുഴ തൈക്കാവുമുക്ക് കടയിൽ വീട്ടിൽ സിയാദിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടാണ് CPI പ്രവർത്തകർ കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും CPI ആവശ്യപ്പെട്ടു. പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ യോഗം CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ ഉദ്ഘാടനം ചെയ്തു. CPI കുണ്ടറ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് R സേതുനാഥ, SD അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു. മാർച്ചിനും ധർണയ്ക്കും R ഓമനക്കുട്ടൻപിള്ള, T ജെറോം, R ഷംലാൽ, അദ്വൈത് അനിൽ, ഫാറൂഖ് നിസാർ, സീനായസ്, T ഗോപാലകൃഷ്ണൻ, പങ്കജാക്ഷൻ, തോമസ് പണിക്കർ, സൈഫുദ്ദീൻ, S മണികണ്ഠൻ, സന്തോഷ് കുമാർ, J ജോൺസൺ, ജോസഫ് J റോയി, R വേണുഗോപാൽ, ബിന്ദുമോൾ, ഹൈമാവതി, മഹിളാമണി, സുനിത ഷാജി, ലില്ലിക്കുട്ടി, ശ്രീകണ്ഠൻ നായർ, G സോമരാജൻ, ലിയോൺസ്, വിഷ്ണു, ഗണേശൻ, സുകുമാരപിള്ള, സുധീർ, ആഷിർ മുളക്കട, ബൈജു കരീം, പ്രേംകുമാർ, ജോസ് ഇന്നസെന്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തെക്കൻ കേരളത്തിലും മഴ ശക്തമാകും. ശനിയാഴ്ച 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പിൽ പറഞ്ഞു. 2-ാം തീയതി പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 30-ന് പത്തനംതിട്ട ജില്ല മുതൽ കാസർഗോഡ് വരെയാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 31-ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഇത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി.
ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നദികൾ മുറിച്ചു കടക്കാൻ പാടില്ല. നദികളിലോ ജലാശയങ്ങളിലോ കുളിക്കാനോ മത്സ്യബന്ധനത്തിനോ ഇറങ്ങാൻ പാടുള്ളതല്ലെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. കുണ്ടറയിൽ യുവാവിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം പ്രസാദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ക്രൈംബ്രാഞ്ച് സംഘം ഇതുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തി. ചോദ്യം ചെയ്യുന്നതിന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ യുവാവ് 1 മാസത്തിന് ശേഷം മരിച്ചത് പോലീസ് മർദ്ദനത്തെ തുടർന്നെന്ന കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. പെരുമ്പുഴ കുളത്തിങ്കര കടയിൽ വീട്ടിൽ സിയാദാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം പ്രസാദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ജൂൺ 17 രാത്രി 12ഓടെയാണ് സിയാദിനെ പോലീസ് ചോദ്യം ചെയ്യാനായി കൂട്ടിക്കൊണ്ടുപോയത്. അയൽവാസിയായ വിദ്യാർത്ഥിയെ കാണാതായതുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വിദ്യാർത്ഥി തിരികെ എത്തിയതിനെ തുടർന്ന് അടുത്ത ദിവസം രാവിലെ വിട്ടയക്കുകയും ചെയ്തു. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴി കോവിൽമുക്കിൽ ജീപ്പ് നിർത്തിയിട്ട ശേഷം പോലീസ് മർദ്ദിച്ചെന്നായിരുന്നു ആരോപണം. ചൊവ്വാഴ്ച രാവിലെ കുണ്ടറയിലെത്തിയ അന്വേഷണ സംഘം പെരുമ്പുഴയിലെ സിയാദിന്റെ ബന്ധുവീടുകളിലെത്തി മൊഴിയെടുത്തു. സിയാദിന്റെ അമ്മ, പോലീസ് മർദ്ദിച്ചതായി ആരോപണം ഉന്നയിച്ച പെൺകുട്ടി തുടങ്ങിയവരുടെ മൊഴികൾ പിന്നീടെടുക്കും. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നു. വെള്ളിയാഴ്ച അർദ്ധരാത്രി നിരോധനം അവസാനിക്കുന്നതോടെ മത്സ്യബന്ധന യാനങ്ങൾ ആഴക്കടലിലേക്ക് പുറപ്പെടും. ബോട്ടുടമകളും മത്സ്യത്തൊഴിലാളികളും കടലിൽ പോകാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. ബോട്ടുടമകളും മത്സ്യത്തൊഴിലാളികളും കടലിൽ പോകുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. ബോട്ടുകളുടെ എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണികൾ, അടിഭാഗത്തെ ചിപ്പികളും പായലുകളും നീക്കി ആന്റി ഫൗളിംഗ് പെയിന്റിംഗ്, പുതിയ വലകളുടെ നിർമ്മാണം, പഴയവയുടെ അറ്റകുറ്റപ്പണികൾ എന്നിവ നടക്കുകയാണ്. ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് സ്വദേശങ്ങളിലേക്ക് മടങ്ങിയിരുന്ന തൊഴിലാളികളും തിരിച്ചെത്തി തുടങ്ങി. തമിഴ്നാടിന് പുറമെ ബീഹാർ, ഒഡീഷ, പശ്ചിമബംഗാൾ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1000ഓളം തൊഴിലാളികളാണ് മത്സ്യബന്ധന ബോട്ടുകളിലും അനുബന്ധ മേഖലകളിലും ജോലി ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളോടെ മുഴുവൻ തൊഴിലാളികളും ഹാർബറുകളിലെത്തും. ബോട്ടുകൾക്ക് ആവശ്യമായ ഐസ് ലഭ്യമാക്കാൻ ജില്ലയിലെ ഐസ് പ്ലാന്റുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഐസ് ബോട്ടുകളിൽ കയറ്റി തുടങ്ങും. ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള പ്രത്യേക മറൈൻ പെട്രോൾ പമ്പുകളും വ്യാഴാഴ്ച മുതൽ പ്രവർത്തന സജ്ജമാകും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കുണ്ടറയിലെ യുവാവിന്റെ മരണം, കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് BJP. പെരുമ്പുഴയിൽ പ്രതിഷേധ യോഗം. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ സാമ്പത്തിക തട്ടിപ്പ്, കുറ്റക്കാരെ പഞ്ചായത്ത് ഭരണസമിതി സംരക്ഷിക്കുന്നെന്ന ആരോപണം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച്. കൊടിപ്പള്ളിക്കൂടം ആശാൻ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ചവറയിൽ. ഓഗസ്റ്റ് 2-നാണ് സമ്മേളനം. ഗ്രാന്റ് വർദ്ധിപ്പിക്കണമെന്നും പെൻഷൻ അനുവദിക്കണമെന്നും അസോസിയേഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.